ചിലവരൊക്കെ കാണാം കുട്ടികളെ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അങ്ങനെ വിടും. അതോനെ അങ്ങനെയാണ്. ഓനെ എങ്ങനെ ആവണം നമ്മൾ തീരുമാനിക്കണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണിക്കണം. എന്നിട്ട് വേണ്ട രൂപത്തിൽ അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരണം. നമ്മളെ സൃഷ്ടാവ്, നമ്മൾ സൃഷ്ടിച്ചതാ കുട്ടികളെ. അവർക്ക് വെള്ളം ഭക്ഷണം കുറച്ച് കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവരുന്നത് നമ്മളാ. പിന്നെ പ്രകൃതിയിൽ അങ്ങനെയാന്ന് പറഞ്ഞാൽ പറ്റൂല. അതല്ലേ ഞാനിപ്പോൾ ചീത്ത പറഞ്ഞല്ലാരും എങ്ങനെ വേണം, എന്ത് വേണം, അങ്ങനെ ആക്കിക്കൊണ്ടുപോകും. എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാന്ന് പറയും. ഈ അള്ളാഹു നിശ്ചയിക്കണം, സൃഷ്ടിക്കണം. നിങ്ങൾ അള്ളാഹു അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ അള്ളാഹു ആണ്, നിങ്ങൾ ഈശ്വരനാണ്, ഭഗവാനാണ് എന്ന് നിങ്ങൾ അറിയില്ല. നിങ്ങളൊരു ഉപകരണവും വേറെ ഒരു സൃഷ്ടിയാണ്, അടിമയാണ്, ഉപകരണം എന്ന് പറഞ്ഞെടുക്കുക. ആ തലത്തിൽ നിന്ന് ഉപകരണത്തിൽ സൃഷ്ടാവിൻ്റെ തലത്തിലേക്ക്, പ്രപഞ്ചനാഥൻ്റെ ആ പൂർണ്ണതയിലേക്ക്, ആ തലത്തിലേക്ക് ഉയരണം നിങ്ങൾ. അത് ഉയർന്നത് കൊണ്ടാണ് കൃഷ്ണനും ബ്രാഹ്മണനും ബുദ്ധനും യേശുവും മുഹമ്മദും ഈ ഇതുപോലെയുള്ള ദൈവികമായവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എഴുതിക്കൊണ്ടിരിക്കുന്നതും ഞാനും പറയുന്നത്. അതുപോലെ ആ തലത്തിലേക്ക് നിങ്ങളെയും അടിമയുടെ തലത്തിലേക്ക്, ദാസന്റെ തലത്തിൽ നിന്ന് നിങ്ങളെയും നാഥന്റെ തലത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ ദൈവികമായവരെല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ദൈവമാണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ അള്ളാഹുവാണ്. നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല. ഒരു ഷേക്കിനും ഒരു വലിക്കും ഒരു സ്വാമിക്കും ഞാൻ ഈശ്വരനാണെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് ഉറപ്പില്ല, ദൃഢരാവില്ല, വരുന്നില്ല, സംശയം, പ്രശ്നം. അതുകൊണ്ട് പൂർണ്ണത പ്രാപിക്കുന്നില്ല എന്നർത്ഥം. ഞാനിപ്പോൾ പറഞ്ഞാൽ മതി, എനിക്ക് പൂർണ്ണ രൂപമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ, പ്രപഞ്ചനാഥൻ്റെ, എൻ്റെ പൂർണ്ണ രൂപമുണ്ട്. എനിക്ക് എല്ലാം ഞാൻ കണ്ടും അറിഞ്ഞു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് കാണിച്ചു തരാൻ പറ്റും. വരച്ച് കാണിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞ് വിശദമാക്കി, മാക്സിമം ഭാഷകൾ പരിമിതമാണ്. ആ പരിമിതമായ മാക്സിമം ഉള്ള ഭാഷയിലൂടെ പറഞ്ഞും കാണിച്ചും ബോധ്യപ്പെടുത്തി തരാൻ കഴിയും. പക്ഷേ ഇത് പൂർണ്ണമായി കണ്ടറിഞ്ഞ അനുഭവമായി ബോധോദയം സിദ്ധി, ദൈവ സാക്ഷാത്കാരം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞത് ആ സാക്ഷാത്കാരമായി തീർന്നാൽ അവന് പറയുകയും കാണിക്കുകയും വരച്ചും പറഞ്ഞും ഒക്കെ കാണിക്കാൻ കഴിയും, കാണിച്ചു തരും. ഞാനും കണ്ടുകൊണ്ടിരിക്കും. ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ഞാൻ കാണുന്നതെല്ലാം വരച്ച് കാണിക്കാമല്ലോ, കാണുന്നത് കാണിക്കാമല്ലോ. കാണാഞ്ഞാലല്ലേ കാണിക്കാൻ പറ്റാത്തത്. പലരും പറഞ്ഞത് അതൊക്കെ മേലെയാണ്, അതൊക്കെ അപ്പുറമാണ്, അസാധ്യമാണ്, അതൊന്നും പറ്റാത്തതാണ്. ഓനക്ക് പറ്റൂല, ഓനക്ക് അസാധ്യമാണ്. ഒരു പൂർണ്ണത പ്രാപിക്കാത്തത് കൊണ്ടാണ്. പൂർണ്ണത പ്രാപിച്ചാൽ അതിനാണ് പൂർണ്ണനാണ്, അർത്ഥനരീശ്വരനായ ശിവൻ. അതാണ് ഇലാഹ എന്ന് പറഞ്ഞു. അതാണ് ശാസ്ത്രം പ്രപഞ്ചം എന്ന് പറഞ്ഞു. ആ പ്രപഞ്ചവും ശിവനും ഇലാഹുമായിരിക്കുന്നവനുണ്ടല്ലോ, ഇലാഹും ഇല്ലല്ലയും ശിവാവതാരവുമായിരിക്കുന്ന അവൻ പൂർണ്ണത പ്രാപിച്ചവനാണ്, പൂർണ്ണനാണ്. അവനെ കണ്ടെത്തണം. അവനെ കണ്ടെത്തിയാൽ അവനെല്ലാം കാണിച്ചും മറിച്ചും തരും. ഇപ്പം നമ്മൾ ഈ മുറിവൈദ്യന്മാരുമായി ഈ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അവർ ഈ ദൈവസാക്ഷാത്കാരം പ്രാപിച്ച് ബോധോദയം പ്രാപിച്ച ആളുകളല്ലാത്തത് കൊണ്ടാണ് അവർ മനസ്സിലാക്കിയ പഠിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ തലത്തിൽ മാത്രമാണ് നമ്മൾക്ക് അവർ പറഞ്ഞു തരുന്നത്. പൂർണ്ണത കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഗുരുക്കന്മാരിൽ നിന്നുള്ള ശിഷ്യന്മാർക്കൊന്നും പൂർണ്ണ രൂപം കിട്ടുന്നില്ല. ഗുരുക്കന്മാർ പറയുന്നതിൽ വിശ്വസിക്കുന്നെങ്കിലും ആ ഗുരുക്കന്മാർ ഒരു പ്രപഞ്ചനാഥൻ്റെ പൂർണ്ണ രൂപത്തെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, ഞാൻ വീഡിയോയിലൂടെ പറയാൻ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഗുരുക്കന്മാരുണ്ടെങ്കിൽ ഈ പ്രപഞ്ചനാഥൻ്റെ ഒരു പൂർണ്ണ രൂപത്തെ കാണിച്ചു തരട്ടെ. ഞാൻ ചോദിക്കുന്നു, അർദ്ധനാരീശ്വരനായ ശിവസ്വരൂപത്തെ കാണിക്കട്ടെ. ഞാൻ ചോദിക്കുന്നു മുസ്ലിമുകളോട്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലയെ കാണിക്കട്ടെ. ഞാൻ കാണിക്കാം. ആരെങ്കിലും വരിക,
ഞാൻ ശിവനെയും ശിവാവതാരത്തെയും പൂർണ്ണമായി എടുത്ത് കാണിക്കാം. ഞാൻ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും അനുഭവിച്ച് ഞാൻ അതായിരിക്കുന്നത് കൊണ്ടാണ് ആ തലത്തിലേക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു. ആ ശിവനും ഇലാഹും ഈ പ്രപഞ്ചമാണ്. ശാസ്ത്രം പറഞ്ഞ പ്രപഞ്ചം. അങ്ങനെ കണ്ടവൻ അവൻ്റെ ഇതിലൂടെ പറയുന്നതാണ്. ഉപനിഷത്തുകൾ ഋഷീശ്വരന്മാരും തപസ്സിലൂടെ കണ്ടറിഞ്ഞ് നേടിയെടുത്താണ് അർദ്ധനാരീശ്വരനായ ശിവനെന്ന് വ്യക്തമായി പറഞ്ഞ അർദ്ധനാരി പാതിശ്രീയും ബാക്കി പുരുഷനുമായ അർദ്ധനാരീശ്വരനായ ശിവസ്വരൂപം. അതാണ് മുഹമ്മദ് പറഞ്ഞ അഷ്ഹദു അല്ലാ ഇലാഹ ഇലാഹ എന്നും. ശിവനും ഇലാഹും ഒന്നാണ്. അതാണ് പേര് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അവരും നിരീക്ഷണത്തിലൂടെയുള്ള, അവരും നിരീക്ഷകരാണല്ലോ. അവരും പരീക്ഷണം നടത്തി നിരീക്ഷിച്ച് കണ്ടെത്തിയതാണ്. അവർ പറഞ്ഞത് പ്രപഞ്ചമെന്ന്. അപ്പൊ പ്രപഞ്ചം അർദ്ധനാരീശ്വരന ശിവൻ ലാ ഇലാഹ ഇത് ഒന്നിനെ കാണിക്കണം. ശാസ്ത്രം കണ്ടെത്തിയ അവർ കാണിച്ചു പ്രപഞ്ചമെന്ന്. അവരുടെ ഭാഷയിൽ അവരുടെ ധാരണ അവർ പറഞ്ഞു. ഋഷീശ്വരന്മാർ പറഞ്ഞു അർദ്ധനാരീശ്വരനായ ശിവനെന്ന്. അവർ കണ്ടറിഞ്ഞ് ബോധ്യമായത് അവർ പറഞ്ഞു. മുഹമ്മദ് പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ. ആർക്കറിയും? ഏത് ശേഖനറിയും ഇലാഹ എന്താണ്? ഒന്ന് ഇലാഹിനെ കാണിക്കട്ടെ. ഒന്ന് ഇലാഹിനെ കാണിക്കട്ടെ. വലിയ പറയല്ലോ, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അവർ കണ്ടിട്ടില്ല. അത് ഖുർആൻ പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിച്ചവരെ സൂറത്ത് 135 വചനത്തിൽ അവസാനം പറഞ്ഞു ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്നും അതിൻ്റെ ഉപമ ഇതാ വിളക്കുമാടമെന്നും. എന്നിട്ട് എൻ്റെ താഴെ പറയുന്നു അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ തൻ്റെ പ്രകാശത്തിലേക്ക്, ആ നൂറുള്ളായൽക്ക് ആകാശഭൂമിയിലുള്ള പ്രകാശമായ അള്ളാഹുവിലേക്ക് മാർഗദർശനം നൽകുമെന്ന്. ആരവിടെ മാർഗദർശനം ലഭിച്ചവർ? അള്ളാഹു അവനിലേക്ക്, അവൻ്റെ പ്രകാശത്തിലേക്ക് ദർശനം നൽകിയ, കാണിച്ചു കൊടുത്ത് അതിൽ കൊണ്ടെത്തിച്ച് ആരാണുള്ളത് പറയട്ടെ. ഉള്ളവൻ കണ്ടവൻ പറയും, കാണിച്ചു കൊടുക്കും. മുന്നിൽ വരുന്ന ആവശ്യക്കാർക്ക്, ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഓൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ശിഷ്യന്മാർക്ക് അറിയില്ലല്ലോ. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം പറയായിട്ടാണ്. ഇനി അദ്ദേഹത്തോട് ചോദിച്ച് നിർബന്ധിച്ചാൽ പറയാ നിങ്ങൾ എന്താ പാകമായിട്ടില്ല, നിങ്ങൾ ആവുമ്പോൾ നിങ്ങൾ അറിഞ്ഞോളുണ്ടാവുന്നു. ഈ ഗുരുക്കന്മാര് തന്നെ പാകമായിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവര് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടുക. കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ കാണിച്ചു കൊടുക്കുക. ഇച്ചമസ്തം പറഞ്ഞാൽ മതി. കണ്ടോനെ കണ്ടുപിടി, കാട്ടിത്തരും കലിമ എന്ന് പറഞ്ഞു. കാട്ടുന്നതിലുണ്ട് വലിമ. ആ കാട്ടുന്നതിലാണ് വലിയവനെ കാണാൻ കഴിയുന്നത്, പൂർണ്ണനെ കാണാൻ കഴിയുന്നത്. കാണിച്ചു തരുന്നില്ലെങ്കിൽ ആ പൂർണ്ണനായിട്ടില്ല, പൂർണ്ണനല്ല. ആ വലിമയെ, ആ പ്രപഞ്ച യാഥാർത്ഥ്യത്തെ, പ്രപഞ്ചനാഥനെ കാണിച്ചു തരും. അതാണ് വലിമ. ആ വലിമക്കാരനാണ് ഞാൻ എന്നത്. ആ ലോകത്തോടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരുപാട് ശേഖന്മാരോ ഗുരുക്കന്മാരോ ഉന്നതന്മാരോ ഒക്കെ കേൾക്കുന്നുണ്ടാവാ. അവരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ കാണിച്ചു തരാം ആ വലിമയെ, ഞാനെന്ന വലിമയെ. അപ്പോൾ കണ്ടവൻക്ക് അത് കാണിച്ചും അറിയിച്ചും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. അവൻ്റെ ഭാഷയിൽ, മാക്സിമുള്ള ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനും, വരച്ച് കാണുന്നത് വരച്ച് രൂപത്തെ വരച്ച് കൊടുക്കാനും കഴിയും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആർക്കും വേണ്ട. ഈ ഊഹക്കാരായ, കാണാനും അറിയാനും കഴിയാത്ത, കാണിക്കാനും കഴിയാത്ത ഈ ഗുരുക്കന്മാരുടെയും ശേഖന്മാരുടെയും പിന്നാലെയാണ് ഈ പൊട്ടന്മാരും അന്ധരൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പല ശിഷ്യന്മാരും വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ കണ്ടോ? അദ്ദേഹം കാണിച്ചു തന്നു. അതൊന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല, പറ്റൂല, പറ്റാത്തതാണ്. അള്ളാഹുവിനെ കാണാൻ കഴിയോ? ദൈവത്തെ കാണാൻ കഴിയോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഇതാണ് അവരെ ഗുരുക്കന്മാർ. എന്നിട്ടും വലിയ നമ്മളെ ഗുരുക്കളിന് മറ്റൊരാണ്, മറിച്ചാണ്. ചിലവർ വന്ന് പറയും ദൈവം റസൂലുള്ളാഹിന്റെ ഇത്രാമത്തെ പേരുമകനാണ് നമ്മളാള് എന്നൊക്കെ പറയും. എന്താ പറയാ, സങ്കല്പവും നിഗമനവുമായിട്ട് അങ്ങനെ നടക്കാം.